മിഴികളിൽ നിറഞ്ഞു നിന്ന താരമിങ്ങു വന്നിതാ. കലകളിൽ 150 ആണ്ടു വിജയഗാഥയായിതാ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മിമിക്രി എങ്ങനെയാണ് തുടങ്ങിയത്, അത് മിമിക്സ് പരേഡിലേക്ക് എങ്ങനെ മാറി, അത് ഇവിടെ വരെ എങ്ങനെ എത്തി എന്നുള്ളതെല്ലാം ഇവിടെ പ്രശസ്തരും പ്രഗത്ഭരുമായ ആളുകൾ സംസാരിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം. എനിക്കത് പറയാനറിയാൻ പാടില്ല. എങ്കിലും ഇവിടെ ഇന്ന് എത്തിച്ചേരാൻ എന്നെ നമ്മുടെ പ്രസാദം വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം, ഞാനും പിഷാരടിയൊക്കെ തോന്നുന്നത് ഏറ്റവും അവസാനം ഇപ്പോൾ വന്ന് നമ്മുടെ ഷാജോണൊക്കെ നേരത്തെ വന്നതാണ്. എങ്കിലും ഈ പ്രസാദേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും രണ്ടുപേരും ഫ്രണ്ടിലിരിപ്പുണ്ട്. ഇവർ മിമിക്രിയിൽ നിന്ന് മിമിക്സ് പരേഡിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്തായാലും വാർക്കപ്പണിക്ക് പോകേണ്ട വന്നേനെ. പ്രസാദേട്ടൻ്റെ കൂടെ എനിക്ക് ഒരു വേദി പങ്കിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പല ചാനലുകളിലും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് പോലെ ചെറുതായിട്ട് നമ്മൾ ഇപ്പോൾ വരുന്ന കലാകാരന്മാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ജഡ്ജ്മെൻ്റ് എന്നല്ല, ഒരു അങ്ങനെ പറയാനുള്ളൊരു അവസരം എനിക്ക് പല ചാനലും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ശ്രീകണ്ഠ സാറ് ഇവിടെ ഇരിപ്പുണ്ട്. അർജുൻ ഡയറക്റ്റ് ചെയ്യുന്ന ഇത് ഐറ്റം വേറെ, ആ പരിപാടി വരെ എനിക്ക് പ്രസാദേട്ടൻ്റെ കൂടെ സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും അറിയാം, പ്രസാദേട്ടനും ലാലേട്ടനും എല്ലാവരും ഞങ്ങളുടെ വഴികാട്ടികളാണ്. മിമിക്രി അത് എങ്ങനെ മിമിക്സ് പരേഡിലേക്ക് എത്തണം അതുള്ള വഴികാട്ടിയാണ് നമ്മുടെ പ്രസാദേട്ടൻ. എന്തായാലും വളരെ സന്തോഷം, ഇത്രയും മനോഹരമായൊരു വേദിയിൽ നമ്മുടെയൊക്കെ ഗുരുനാഥന്മാരും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സഹപ്രവർത്തകരും, അതായത് നമ്മുടെ ഷാജോൺ, പിഷാരടി, ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ പിന്നിലുമുണ്ട്. ഒരുപാട് പേര് ഗാനമേള മിമിക്രിയൊക്കെ നടക്കുന്ന പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളവർ, അവരുടെയൊക്കെ മുന്നിലും വന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 50 വർഷമല്ല, എനിക്ക് തോന്നുന്നു 100 വർഷവും അതിലേറെ പ്രസാദേട്ടൻ ഇങ്ങനെ തന്നെ നിൽക്കണം. കാരണം ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാർക്ക് എനിക്ക് തോന്നുന്നത് പ്രസാദേട്ടനും ലാലേട്ടനും എല്ലാവരും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ സിനിമയിലും അതുപോലെ മിമിക്രിയിലും, നേരത്തെ പിഷാരടി സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും മിമിക്രി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നാൾ ചോദിച്ച് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ട സമയമായില്ലേ, അല്ലെങ്കിൽ ഒരു സിനിമ നല്ലൊരു ക്യാരക്ടർ ചെയ്യേണ്ട സമയമായില്ലേ എന്ന് പ്രസാദനോട് ചോദിച്ചപ്പോൾ പുള്ളി അത് ചെവിയിലോട്ടും എടുത്തില്ല. അത് നോക്കാതെ പുള്ളി ഫോൺ ചെയ്തിട്ട് വേറെ എവിടെയോ പ്രോഗ്രാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും ഡെഡിക്കേറ്റഡാണ് പ്രോഗ്രാമിൽ. എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മുടെ എന്താ പറയുക സീനിയോറിറ്റിയുള്ള ഒരാളും ഇപ്പം ട്രൂപ്പ് നടത്തുന്നില്ല. അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ. കാരണം ആ ഒരു എന്താ പറയുക, നമ്മൾ പോലും ഇപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഐറ്റം കളിക്കാൻ പേടിയുള്ള സമയമാണ് ഇപ്പോൾ. കാരണം അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ഓഡിയൻസും എടുക്കുന്നത്. കാരണം എന്താണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് അതൊരു തിരിച്ചും മറിച്ചൊക്കെ, നമ്മൾ നേരത്തെ മിമിക്സ് പരേഡ് അവതരിപ്പിക്കുന്ന കൂട്ടല്ല. അപ്പം നോക്കിയും കണ്ടൊക്കെ സംസാരിച്ചില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് പോലും ഈ പ്രസൻറ്റിൽ നിൽക്കുന്ന സമയത്തും ഇപ്പോഴും കൊച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രൂപ്പ് അതിഗംഭീരമായിട്ടാണ് നമ്മുടെ പ്രസാദേട്ടൻ കൊണ്ടു നടക്കുന്നത്. അതിനൊരു പ്രത്യേക കയ്യടിയും ഒക്കെ പ്രസാദേട്ടന് കൊടുക്കണം. എന്തായാലും ഈ ഊർജം ഒരുപാട് വർഷം നീണ്ടു നിൽക്കട്ടെ, ഞങ്ങൾക്ക് ഇനിയും പ്രചോദനമാകട്ടെ. ഈ ഒരു പ്രോഗ്രാമിന് വളരെ നേരത്തെ മഹാരാജാസ് കോളേജിലെ പ്രതിനിധികൾ എന്നെ വിളിച്ച് പങ്കെടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എത്തി ഇത്രയും ആളുകൾ പങ്കെടുത്ത് ശരിക്കും എനിക്ക് ഈ സ്ഥലം പോരായിരുന്നു എന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടി വിപുലമായൊരു സ്ഥലത്ത് ഇനിയും ഒത്തിരി കലാഭവൻ താരങ്ങൾ ഇവിടെ എത്തിച്ചേരാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരും പല തിരക്കുണ്ടാവാം. ഒരു കോഴിക്കോട്ടുകാരനായ എനിക്കും പ്രസാദേട്ടൻ്റെ മനസ്സിൽ സ്ഥാനം കിട്ടി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കലയെ വളരെ സത്യസന്ധമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് പ്രസാദേട്ടൻ. ചുണ്ടിൽ പുഞ്ചിരിയും മനസ്സിൽ സ്നേഹവും കൈകളിൽ സേവനവുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് പ്രസാദേട്ടൻ. എങ്ങനെയോ ഞങ്ങൾ തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ടായി. ശരിക്കും എനിക്കും ഇവിടെ ഇരുന്നപ്പോൾ വലിയ നഷ്ടബോധവും കുറ്റബോധമൊക്കെ തോന്നിയത്, ഒന്ന്, ഒരു 25 വർഷം മുമ്പ് കലാഭവനിൽ ഒരു അംഗമാവേണ്ട ആളായിരുന്നു ഞാൻ. അന്ന് ആബേലച്ചനെ കാണുകയും ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്തോ വിധിയുടെ വൈപരീത്യം
എനിക്ക് കലാഭവനിൽ തുടരാൻ പറ്റിയില്ല. ഇപ്പോഴും എനിക്കതിൻ്റെ വലിയ സങ്കടമുണ്ട്. കലാഭവൻ മണിച്ചേട്ടനാണ് എന്നെ കലാഭവനിലേക്ക് പറഞ്ഞു വിടുന്നതും. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരിലൊരു കലാഭവൻ വന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഒരുപാടുണ്ട്. ഇവിടെ ബാക്കിയുള്ള താരങ്ങളൊക്കെ കലാഭവനിലൂടെ വന്നവരാണ്. പക്ഷെ എന്നാലും പ്രസാദേട്ടൻ്റെ മനസ്സിൽ ഇത്രയും ഏറെ മിമിക്രിയെ സ്നേഹിക്കുന്ന, മിമിക്രിയിലെ പലരുടെയും ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്കും വലിയൊരു സ്ഥാനമുണ്ട് എന്നുള്ളതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കാരണം എന്നെ നല്ലത് കണ്ടാലെല്ലാം വിളിച്ച് അഭിനന്ദിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഇത്രയും കാലമായിട്ടൊരു വിധികർത്താവായിട്ടിരിക്കാൻ എനിക്ക് അവസരം വന്നില്ല. ഇത്തവണത്തെ കലോത്സവം വന്നപ്പം എനിക്ക് അവിടെ നിന്ന് വിളി വന്നു, മിമിക്രിയിലും മോണോയിക്കിലും നിങ്ങൾ വിധികർത്താവായിട്ട് വരണം എന്ന്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാനവിടെ ചെന്നു. കാരണം ഞാനിപ്പം മറിമായം, MAT മൂസ, അത്യാവശ്യം കുറച്ച് സിനിമകൾക്ക് അഭിനയിച്ചിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനവിടെ ചെന്നപ്പം ദേവി ചന്ദ്രയുണ്ടായിരുന്നു ഈ 2 ഇനവും ജഡ്ജ് ചെയ്യാൻ. അവിടെ എത്തിയപ്പോഴാണ് പ്രസാദേട്ടനാണ് നിങ്ങളെ നിർദ്ദേശിച്ചത് എന്ന് അവിടുത്തെ സംഘാടകർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും ബഹുമാനം തോന്നി. കാരണം അത്രയും വലിയൊരു അവസരം എനിക്കതറിഞ്ഞ് ആ പ്രോഗ്രാം കഴിഞ്ഞുടനെ ഞാൻ പ്രസാദേട്ടനെ വിളിക്കുകയായിരുന്നു നന്ദി പറയാൻ വേണ്ടി. പക്ഷേ പ്രസാദേട്ടൻ ഗൾഫിലായിരുന്നു, ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ മെസ്സേജ് വിട്ടു. നാട്ടിലെത്തിയപ്പോഴാണ് ഞാൻ വിളിച്ച് നന്ദി രേഖപ്പെടുത്തിയത്. അപ്പം നല്ല കലാകാരന്മാരെ, മനസ്സിൽ നന്മയുള്ള കലാകാരന്മാരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രസാദേട്ടൻ. സദസ്സിലുള്ള ബഹുമാനരെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിലും എൻ്റെ കലാജീവിതത്തിലും ഞാൻ ഒരാൾക്കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രസാദേട്ടന് മാത്രമാണ്. നന്ദി പ്രസാദേട്ടൻ. 50 വർഷം പിന്നിടുന്ന അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പൊന്നാട ആദരവ് സ്വീകരിക്കുന്നതിന് പ്രസാദേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കണ്ട അട്ടിസാക്കെ ലാഗ് ഒഴിവാക്കിയുള്ള ഓട്ടത്തോടുള്ള വരവാണ്. ശിഷ്യൻ്റെ ആത്മസമർപ്പണം പൊന്നാടയിലൂടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.